ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു എന്താണ് എൻ്റെ വീഡിയോയിൽ എന്നുള്ളത് അല്ലേ. അപ്പം നമ്മുടെ പട്ടാമ്പിയിൽ കല്യാൺ സിൽക്സ് ഉദ്ഘാടനം കഴിഞ്ഞ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആഗസ്റ്റ് 18-നായിരുന്നു ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ആളുകൾ ഉള്ളിലേക്ക് കടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് കേട്ടോ ഞാനും അവിടെ എത്തിയത്. അങ്ങനെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഉള്ളിലേക്ക് കടന്നു കേട്ടോ. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കല്യാണിൻ്റെ വസ്ത്രങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും തിക്കി തിരക്കി ഉത്സാഹത്തോടെ ഓടി നടന്ന ഡ്രസ്സുകളൊക്കെ കാണുമായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യം ശ്രദ്ധിച്ചത് റേറ്റ് ആയിരുന്നു കേട്ടോ. സാധാരണക്കാർക്കൊക്കെ താങ്ങുന്ന വിലയിലുള്ള ഡ്രസ്സുകൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ താഴ്ന്ന വില മുതൽ ഉയർന്ന വില വരെയുള്ള ഡ്രസ്സുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാറൊക്കെ ആണെങ്കിലും 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാൻറ്റ്, ഷോള് അങ്ങനെ വരുന്ന സെറ്റ് ചുരിദാറുകൾക്കൊക്കെ 300 രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ലേഡീസിന്, ജെൻസിന്, കിഡ്സിന് അങ്ങനെ എല്ലാം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഡ്രസ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊരു അതിശയമായിട്ടുള്ള കാര്യം. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. സത്യം പറയുക ഞാനിന്ന് ഡ്രസ്സുകളൊന്നും തന്നെ വാങ്ങിയിട്ടില്ല. കാരണം അതിനുവേണ്ടി പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളൊന്നും കൂടല്ലല്ലോ. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സൊക്കെയാണ് ഇനിയിപ്പോൾ എടുക്കാനുള്ളത്. അപ്പോൾ അത് അവരില്ലാതെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നീട് നിന്നിപ്പോൾ ബില്ല് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഷോപ്പിംഗ് നടത്തിയിട്ടില്ലെങ്കിലും വീഡിയോ എടുത്തിട്ട് ക്ഷീണിച്ച ഞാൻ പിന്നെ ഒരു അവിൽ മിൽക്ക് കഴിച്ചു കേട്ടോ. അപ്പോൾ ആരും സമയം കളയേണ്ട, എല്ലാവരും പെട്ടെന്ന് തന്നെ ഓണക്കോടിയൊക്കെ കല്യാണിൽ വന്ന് എടുത്തോളുക. കുറച്ച് മറ്റു കടകളിൽ നിന്ന് എടുക്കുക, കുറച്ച് കല്യാണിൽ നിന്നും എടുക്കുക. കാരണം മറ്റുള്ളവർക്കും ജീവിച്ചു പോകണ്ടേ. കല്യാണിൽ നിന്ന് മാത്രം നമ്മൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമവും. അതുകൊണ്ട് പകുതിയായിട്ട് എല്ലാ കടകളിൽ നിന്നും എടുക്കുക. ഓണം ഷോപ്പിംഗ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ.